കൂടത്തായി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ വിചാരണ അന്തിമ ഘട്ടത്തിലാണ്. ഒരു പക്ഷേ അടുത്ത വർഷം മാർച്ചോടുകൂടി അതിൽ വിധി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കേരളത്തിന് ഒരു കാലത്തും ഞെട്ടൽ മാറാത്ത ഒരു കൊലപാതക പരമ്പര കൂടിയായിരുന്നു. തൻ്റെ ഭർത്താവ് ഉൾപ്പെടെ 6 പേരെ 17 വർഷത്തിനിടയിൽ സയനൈഡ് കൊടുത്ത്, കറിയിൽ സയനൈഡ് കൊടുത്ത് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 17 വർഷം കഴിഞ്ഞ് 17 വർഷമല്ല 25 വർഷമായാലും മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് തെളിയിക്കപ്പെട്ട ഒരു സംഭവം കൂടിയായിരുന്നു കൂടത്തായിലെ കൊലപാതക പരമ്പര. അപ്പോൾ അതിൽ ഈ വിചാരണ നടന്ന അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കവെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം OTTയിൽ ഈ വിഷയം പ്രമേയമായൊരു ഡോക്യുമെൻ്ററി വന്നത്. കറി ആൻഡ് സയനൈഡ് എന്ന പേരിലുള്ള ഒരു ഡോക്യുമെൻ്ററി അതിൽ വരുന്നു. ആളുകളൊക്കെ ഏറെക്കുറെ ആളുകളൊക്കെ അത് കണ്ടു കാണും. അത് ആ ഡോക്യുമെൻ്ററിയുടെ ഒരു പ്രശ്നം, ആ ഡോക്യുമെൻ്ററിയിൽ കഥാപാത്രങ്ങളായി വരുന്നവർ ഈ കേസിലെ പരാതിക്കാർ, സാക്ഷികൾ, ഒപ്പം അഭിഭാഷകർ, പ്രതിഭാഗം അഭിഭാഷകർ, അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് വന്നു പോകുന്നു എന്നുള്ളതാണ്. 1.5 മണിക്കൂർ നീളമുള്ള ഈ ഡോക്യുമെൻ്ററി അവസാനിക്കുമ്പോൾ ജോളി ഈ പറഞ്ഞതുപോലെയുള്ള എല്ലാ കുറ്റങ്ങളും ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നം, ഈ വിചാരണ ഘട്ടത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും സമർത്ഥിച്ചുകൊണ്ടുള്ളൊരു ഇൻ്റർവ്യൂ പോലെയുള്ള ഒരു അഭിമുഖമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്ററി എങ്ങനെ പ്രദർശിപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. അതിലിപ്പോൾ ഒരു ഫോറൻസിക് വിദഗ്ധനൊക്കെ അതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ജിംസ്, ഒന്നാമത്തെ കാര്യം, ഇതിലിപ്പോൾ ഈ ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അഭിമുഖങ്ങളോ പരാതിക്കാരുടെ കൃത്യമായ വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ അഭിഭാഷകരുടെയോ സാക്ഷികളുടെയോ മൊഴികളോ ഒന്നും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം കലാസൃഷ്ടികൾ വരരുത് എന്നുള്ളൊരു ചട്ടമുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ, ഡോക്യുമെൻ്ററി വരുമ്പോൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അല്ല, നമ്മുടെ നാട്ടിൽ ഈ കോടതി വ്യവഹാരങ്ങളും മാധ്യമങ്ങളും അത് പല കാലങ്ങളിലും വിവാദമായിട്ടുള്ളൊരു കാര്യമാണ്. കോടതിയിൽ മാധ്യമങ്ങളുടെ പ്രവേശനം സംബന്ധിച്ച് വലിയൊരു സംഘർഷം കൊച്ചിയിലുണ്ടായത് നമുക്കറിയാം. അഭിഭാഷകരും മാധ്യമങ്ങളും തമ്മിലുള്ള സംഘർഷം. അപ്പോൾ അതിന് പല തലങ്ങളുണ്ട്. ഒന്ന്, ഈ നിയമപരമായ നിയമ നടപടികളുടെ ഭാഗമായി അപ്പോൾ അഭിഭാഷകരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ നോക്കുമ്പോൾ മാധ്യമങ്ങൾ എന്താണ് പറയുക, ഒരു നോയ്സാണ് ആക്ച്വലി ഒരു കോടതി നടപടിയിൽ. എന്തിനാണ് മാധ്യമങ്ങൾ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നത്? ഒരു വിചാരണ ആരംഭിച്ചു, അല്ലെങ്കിൽ വിചാരണ ആരംഭിച്ചു, കുറ്റം വിധിച്ചു, ശിക്ഷ വിധിക്കുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം കോടതിയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്ന് സംശയിക്കുന്ന അഭിഭാഷകരുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ട്, അതൊരു അനാവശ്യമല്ലെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ കോടതികൾ സുതാര്യമാവുകയും ചെയ്യണമല്ലോ. കോടതികൾ പരമാവധി ഇപ്പോൾ സുപ്രീം കോടതിയിലെ പല പ്രധാനപ്പെട്ട വിധികൾ അവർ വെബ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ കോടതി നടപടികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്നുള്ളത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കോടതി നിയമ നടപടികൾ സുതാര്യമാവുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഒരു പ്രശ്നം, ഒരു കോടതിയിൽ ഒരു കേസ്, അതും വളരെ പ്രമാദമായ ഒരു കേസിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിചാരണ തീർന്നിട്ടില്ല, അന്തിമഘട്ടത്തിലാണത്. ആ വിചാരണ നടന്നുകൊണ്ടിരിക്കെ ആ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് KG സൈമൺ, കോഴിക്കോട് റൂറൽ SP ആയിരുന്ന സൈമൺ, അദ്ദേഹമാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ ആ ഡോക്യുമെൻ്ററി ഫുൾ കണ്ടു. അപ്പോൾ ആ ഡോക്യുമെൻ്ററി വളരെ നന്നായി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഈ ജോളി ജോസഫ് എന്ന് പറയുന്ന ഈ കേസിലെ പ്രതി, ആ പ്രതിയുടെ കൊല്ലപ്പെട്ട ഭർത്താവിൻ്റെ സഹോദരി, ജോളി ജോസഫിൻ്റെ മകൻ KG സൈമൺ, അതുപോലെ പ്രതിഭാഗം അഭിഭാഷകനായി അവരുടെ വക്കാലത്ത് ഏറ്റെടുത്തിട്ടുള്ള അഡ്വക്കേറ്റ് BA ആളു, പിന്നെ മാധ്യമപ്രവർത്തകൻ നിഖില ഹെൻറി, പിന്നെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഫോറൻസിക് വിദഗ്ധൻ, ഇങ്ങനെ ഇവരൊക്കെ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. CS ചന്ദ്രിക ഒരു സോഷ്യോളജിസ്റ്റ് എന്നുള്ളതൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഈ വളരെ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള, അതായത് മീഡിയ ക്ലിപ്സും അതുപോലെ ഇൻ്റർവ്യൂകളും, ഇപ്പോഴത്തെ ആ വീടിൻ്റെ, പിന്നെ പൊന്നാമറ്റ് എന്ന് പറഞ്ഞ വീടിൻ്റെ ദൃശ്യങ്ങളും, കൂടത്തായി എന്ന് പറഞ്ഞ ഗ്രാമവും, ഇതെല്ലാം വളരെ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള, ജോളി ജോസഫിൻ്റെ സ്വദേശമായ കട്ടപ്പനെല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ട് ചെയ്തൊരു ഡോക്യുമെൻ്ററിയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു കുഴപ്പം, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2002 ആദ്യത്തെ മരണം സംഭവിക്കുന്നു. പിന്നീട് കുറച്ച് വർഷത്തെ ഗ്യാപ്പിന് ശേഷം അടുത്ത മരണം സംഭവിക്കുന്നു. പിന്നീട് ഈ റോയ് എന്ന് പറഞ്ഞ ജോളിയുടെ ഭർത്താവ് കൊല്ലപ്പെടുന്നു. ഭർത്താവ് കൊല്ലപ്പെടുമ്പോഴാണ് ആദ്യമായി ഒരു സംശയം ഉയരുന്നത്, ഒരു മരണത്തിൽ സംശയം ഉയരുകയും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് റോയി കൊല്ലപ്പെടുമ്പോഴാണ്. അപ്പോൾ റോയിയുടെ മരണം സയനൈഡ് അകത്തി എന്നതാണ് എന്ന് തെളിയുകയാണ്. അപ്പോൾ ഇത് തെളിഞ്ഞിട്ടും അത് ആത്മഹത്യയാണെന്ന വാദത്തിൽ അവർ ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചില്ല. പിന്നീട് ഈ ഇപ്പോഴത്തെ, അതായത് ജോളി ജോസഫിൻ്റെ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ കുഞ്ഞിൻ്റെ മരണം ഉണ്ടാകുന്നു. പിന്നീട് അയാളുടെ ഭാര്യ മരിക്കുന്നു. അതിനുശേഷം ഇവരെ വിവാഹം കഴിക്കുന്നു.
അപ്പോൾ ഈ മൊത്തം എപ്പിസോഡിൽ പിന്നീട് സംശയം തോന്നിയ റോയിയുടെ സഹോദരങ്ങൾ, അതായത് അനിയനും സഹോദരിയും സംശയം ഉയർന്ന് കൊടുത്ത പരാതിയിലാണത് അന്വേഷണം നടക്കുകയും അവസാനം ജോളി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ജോളി പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ജോളിയുടെ നാത്തൂൻ, അതായത് റോയിയുടെ സഹോദരി, അവരാണ് കൂടുതൽ അതിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവർ വളരെ നന്നായിട്ട് അതിൽ ഈ കാര്യങ്ങൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ നറേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ വൈകാരികമായി തന്നെ അത് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കുറ്റസമ്മതം എന്നുള്ളത് ഒരിക്കലും പ്രതിക്കെതിരായിട്ടുള്ള തെളിവല്ല. ഇപ്പോൾ ഞാൻ പോലീസിനോട് നടന്ന കുറ്റസമ്മതമോ, ഞാൻ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ മറ്റാരോട് നടന്ന സമ്മതമോ ഒന്നും കോടതിയിൽ തെളിവല്ല. അപ്പോൾ കോടതിയിൽ എന്താണ് തെളിയിക്കേണ്ടത്? അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഈ മരണങ്ങളെല്ലാം, ഇപ്പോൾ റോയിയുടേത് സയനൈഡ് അകത്ത് എന്നുള്ള മരണമാണെന്ന് പറയുന്നു. അത് റോയിക്ക് സയനൈഡ് കൊടുത്തത് ജോളി ജോസഫാണെന്ന് പോലീസിന് തെളിയിക്കണം. എങ്ങനെ കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു, അത് എവിടെ നിന്ന് വാങ്ങി, അതിൻ്റെ ബാക്കി എവിടെ ഉപേക്ഷിച്ചു, ഈ പൊന്നാമറ്റം വീട്ടിൽ നിന്ന് കണ്ടെടുത്ത സയനൈഡ് തന്നെയാണോ റോയിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയത്? ഒരുപാട് സങ്കീർണമായൊരു കേസാണിത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റോയിയുടെയും അതുപോലെ ജോളിയുടെ ഇപ്പോഴത്തെ ഭർത്താവായ ഷാജുവിൻ്റെ മരിച്ചുപോയ കുട്ടി, ജോളി കൊന്നു എന്ന് ആരോപിക്കപ്പെടുന്ന കുട്ടിയുടെയും ശരീരത്തിൽ നിന്ന് മാത്രമേ ഈ സയനൈഡിൻ്റെ അംശം കണ്ടെത്തിയിട്ടുള്ളൂ. അതിന് മുമ്പ് മരിച്ചവരും ശേഷം മരിച്ചവരെ പലരുടെയും ഈ ഭൗതികാവശിഷ്ടങ്ങളിൽ നിന്ന് സയനൈഡ് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ സങ്കീർണമായ ഈ കേസ്. ഇപ്പോൾ ജോളി കുറ്റം സംബന്ധിച്ചാൽ പോലും ഇത് ഇവർ കൊന്നതാണ്, ഇനി സയനൈഡ് അകത്ത് നിന്ന് കണ്ടെത്തിയാൽ പോലും ഇത് ഇവർ കൊടുത്തതാണെന്ന് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ദുഷ്കരമായൊരു കേസാണ്. ഇത്രയും ദുഷ്കരമായൊരു കേസിലാണ് ആ കേസ് ആദ്യം അന്വേഷിച്ച KG സൈമൺ ഈ കേസിൻ്റെ A to Z ഇങ്ങനെ ഈ ഡോക്യുമെൻ്ററിൽ വിളിച്ചു പറയുന്നത്. അത് ഇതിൻ്റെ വിചാരണയിൽ എന്തുമാത്രം സങ്കീർണത സൃഷ്ടിക്കുമെന്ന് നമുക്ക് പറയില്ല. ഇതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോടതി ചോദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ഈ ഡോക്യുമെൻ്ററി എങ്ങനെ ഇറങ്ങി? അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു ഈ നെറ്റ്ഫ്ലിക്സിൻ്റെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങളെ സമീപിച്ചിരുന്നു സംസാരിക്കാൻ, ഞങ്ങൾ സമ്മതിച്ചില്ല. കാരണം അവർക്ക് കാരണം പ്രോസിക്യൂഷനാണുള്ള കേസ് തെളിയിക്കേണ്ട ബാധ്യത. അവർ പുറത്തു പോയിട്ട് ഇതേക്കുറിച്ച് സംസാരിച്ചത് ചിലപ്പോൾ അതുകൊണ്ട് മാത്രം ഈ പ്രതി രക്ഷപ്പെട്ടേക്കാം എന്ന് പറഞ്ഞാൽ പ്രതി തന്നെ കുറ്റം ചെയ്ത് നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. ഇതെല്ലാം പോലീസ് പറയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ പരാതിക്കാർ പറയുന്ന കാര്യങ്ങളാണ്. ജോളിയാണ് ഇവർക്കെല്ലാം സയനൈഡ് കൊടുത്ത് കൊന്നതാണ് എന്ന് പോലീസ് പറയുന്നു. അവരുടെ പരാതിക്കാർ പറയുന്ന വേഷം മാത്രമേ നമുക്കറിയില്ല ജോളി കുറ്റം ചെയ്തോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇനി അവർ യഥാർത്ഥത്തിൽ നിരപരാധിയാണെന്ന് കരുതുക. ഈ ഡോക്യുമെൻ്ററി പുറത്തുവിടുന്ന സന്ദേശം എന്താണ്? ഡോക്യുമെൻ്ററി പറയുന്നത് അവർ കുറ്റക്കാരിയാണെന്നാണ്, അവർ കൊന്നു, ഇത്രയും പേരെ ഇത്ര കോൾഡ് ബ്ലഡഡ് മർഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദമായി ഇവരെ ഒരു കുറ്റക്കാരിയാക്കിയ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി ചിത്രീകരിക്കുകയാണ്. അത് തെറ്റായൊരു തുടക്കമാണ്. അങ്ങനെ ചെയ്യുന്നത് തെറ്റായ കാരണം നാളെ ഇതുപോലൊരു കേസ് വരാം, ഒരു നിരപരാധിയായിരിക്കും അയാൾ വിചാരണ നേരിടുക. ഈ വിചാരണ സമയത്ത് ആ വിചാരണ പൂർത്തിയായാൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നതിന് മുമ്പ് ഇങ്ങനെ സിനിമ ഇറങ്ങുക, ഒരു സീരിയൽ ഇറങ്ങായിരുന്നതാണ് കൂടത്തായ എന്ന പേരിൽ, അത് കോടതി തടഞ്ഞതാണ്. അപ്പോൾ ഒരാൾ നിരപരാധിയായ ഒരാൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുക അയാളെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് സിനിമ ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഏത് മനുഷ്യനാണ് നീതി ഉണ്ടാവുക? ഇതൊരു തെറ്റായ പ്രസിഡൻസ് ആണ് ആ ഡോക്യുമെൻ്ററി ഇപ്പോൾ ഇറങ്ങിയത്. പക്ഷേ ഡോക്യുമെൻ്ററി ക്വാളിറ്റി വൈസ്, അതർവൈസ് ഡോക്യുമെൻ്ററി എന്നല്ലേ അത് മികച്ച പ്രൊഡക്ഷൻ ആണെന്ന് പറയേണ്ടി വരും. അല്ലറ ചില്ലറ പ്രശ്നം ഒഴിച്ചത്. നൗഫൽ, ഈ വിധിയെ ഈ ഡോക്യുമെൻ്ററി ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായോ പോസിറ്റീവായോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്, എന്ത് തോന്നുന്നു? അല്ല, അത് സ്വാഭാവികമായും അങ്ങനെ തന്നെ വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞാൽ സ്ഥാപനം അവർ ചെയ്യുന്ന ഡോക്യുമെൻ്ററികളോ സീരീസൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നിലവാരം പുലർത്തുന്ന സീരീസുകളാണ്. അപ്പം ഏറ്റവും ഒടുവിലായി അവരുടെ യഥാർത്ഥ സംഭവമായി വന്ന് ഞാൻ കണ്ടതൊന്ന് വീരപ്പൻ്റെ ഡോക്യുമെൻ്ററിയാണ്, വീരപ്പൻ്റെ സീരീസാണ്. അത് 4 എപ്പിസോഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞു, വീരപ്പൻ മരിച്ചു, കേസൊക്കെ ക്ലോസ് ചെയ്തൊരു സന്ദർഭത്തിൽ അതിനുശേഷം വരുന്നൊരു സംഗതി ആകുമ്പം അതിന് ഈ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരുന്നില്ല. പക്ഷേ ഇത് ഈ കേസിൽ ഈ വിചാരണ അന്തിമഘട്ടത്തിൽ എത്തിയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരൊറ്റ കേസിലാണ്, അതായത് ഭർത്താവ് റോയുടെ മരണത്തിൽ മാത്രമാണ് ഇപ്പം അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ബാക്കി 5 മരണങ്ങൾ വേറെയുണ്ട്. അതിലൊക്കെ ഇനി വിചാരണയും ഒക്കെ നടക്കാൻ വേറെ കാത്ത്. അപ്പോൾ ഒരുപാട് ഇനിയും വരാനുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കേസിൽ തന്നെ 50ഓളം സാക്ഷികളെ ഇനിയും വിസ്തരിക്കാനുണ്ട്. അപ്പോൾ അവരെയൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ട് ഈ ഡോക്യുമെൻ്ററി എന്നുള്ളവർക്ക്. ചില സാക്ഷികൾ കൂറുമാറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൂറുമാറാനൊക്കെയുള്ള സാധ്യതയൊക്കെ ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഇതിൻ്റെ ഈ പ്രശ്നം. ഞാൻ പറഞ്ഞില്ല, പിന്നെ ഈ വീരപ്പൻ ഡോക്യുമെൻ്ററിയും ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നോക്കുമ്പം വീരപ്പൻ ഡോക്യുമെൻ്ററി എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒന്നാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രശ്നം വരുന്നില്ല. ഇതിൽ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം വെച്ചാൽ 1 മണിക്കൂർ 38 മിനിറ്റ് ഏറ്റവും ഉണ്ട് അത് ഡോക്യുമെൻ്ററി. സാധാരണ ഇതിന് നല്ല സാധ്യത ഉണ്ടായിരുന്നത് ഇത് പല എപ്പിസോഡുകളായിട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു സാധ്യത. അപ്പോൾ അത് കൂടുതൽ ആളുകളെ ആകർഷിക്കുകയായിരുന്നു. കാരണം ഓരോ മരണവും ഓരോ എപ്പിസോഡായിട്ട് കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. പക്ഷേ അതവർ ചെയ്തില്ല.
അവരിത് ഒരൊറ്റ ഡോക്യുമെൻ്റ് ആയിട്ട് 1 മണിക്കൂർ 38 മിനിറ്റ് സാധനമായിട്ടാണ് കൊടുത്തത്. അതിന് എനിക്ക് തോന്നുന്നത് അവർ ഈ ഒരു ലീഗൽ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത അവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അത് ലീഗലി മുന്നോട്ട് പോയാൽ തടയുന്നാലും സംഗതി ഓൾറെഡി ഔട്ടായി കഴിഞ്ഞല്ലോ. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയായിരിക്കും അവർ പക്ഷേ അവരിങ്ങനെ ചെയ്തിട്ടുള്ളത്. അവർക്കറിയാം ഇതിൻ്റെ പ്രശ്നം, ഇതിന് ശേഷം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ, നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് നേരത്തെ അവർ പലരെയും സമീപിച്ചപ്പോൾ അവരാരും ഇതിന് തയ്യാറായില്ല എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പലരും അതിൽ നിന്ന് കാണിച്ചു. പക്ഷേ അവർക്ക് ചിലപ്പോൾ വാദിക്കാൻ കഴിയും. കാരണം ഇപ്പോൾ KG സൈമൺ റിട്ടയർഡാണ്. അതുപോലെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരായ ആരും തന്നെ ഇതിൽ പ്രതികരിക്കുന്നില്ല, പ്രോസിക്യൂഷൻ ആരും പ്രതികരിക്കുന്നില്ല. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് സാങ്കേതികമായി അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും സാധ്യതയുണ്ട്. പക്ഷേ ഈ പൊതുമണ്ഡലത്തിൽ ഈ സ്ത്രീ കുറ്റക്കാരിയായി രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അതിന് ഈ ഡോക്യുമെൻ്ററി കാരണമാകും. കേസ് എങ്ങനെ പോകുന്നു, അതിൻ്റെ വിചാരണ എങ്ങനെ പോകുന്നു, വിധി എങ്ങനെ വരുന്നു എന്നനുസരിച്ച് മാത്രമായിരിക്കും, അതിനുശേഷം മാത്രമായിരിക്കും ഇത്തരം സംഗതികൾ കൊണ്ടുവരുന്നതെന്നാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.